മാത്തമാറ്റിക്സിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ ആണ് സർക്കിൾസ്. സത്യത്തിൽ പല കുട്ടികളും ഈ ചാപ്റ്റർ എന്ത് ചെയ്യുക പഠിക്കാറില്ല. കാര്യം എന്ന് പറഞ്ഞാൽ അവർ ഏറ്റവും ബുദ്ധിമുട്ടിക്കുന്ന കാര്യമാണ് തെളിയിക്കാനുള്ള ക്വസ്റ്റ്യൻ, പ്രൂവിന്റെ ക്വസ്റ്റ്യൻ. ഇത് എങ്ങനെ ഇതിന് പരിഹാരം ഉണ്ടാക്കാം? നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് എന്താണ് സർക്കിൾ എന്ന് മനസ്സിലാക്കണം. സർക്കിളിൽ കൃത്യമായി പറഞ്ഞാൽ ഒരു 6 ടോപ്പിക്കാണ് സർക്കിളിലുള്ളത്. ഇതിൽ ഫസ്റ്റ് വൺ കൺസ്ട്രക്ഷൻ ആണ്, ഈ സെക്കൻഡ് വൺ ആംഗിൾ, തേർഡ് ലെങ്ത്, ഫോർത്ത് ബേസ് ഓൺ 90, ഫിഫ്ത്ത് സൈക്ലിക് ആൻഡ് സിക്സ്ത് ടു പ്രൂവ്. ഒരു കുട്ടി മാത്സ് പഠിക്കുമ്പോൾ സർക്കിളിൽ തന്നെ എങ്ങനെയാണ് അവൻ അറ്റൻഡ് ചെയ്യേണ്ടത്? അവൻ ആദ്യം ചെയ്യേണ്ടത് ടെക്സ്റ്റ് മാറി വെച്ച് പഠിക്കുകയാണ് ചെയ്യേണ്ടത്. അവന് മാർക്ക് സ്കോർ ചെയ്യണം. നമ്മൾ ഇപ്പോഴും ചിന്ത എന്താണ്? നമുക്ക് മാർക്കല്ലേ വേണ്ടത്, അതോ സമയം വെച്ചാക്കിയാൽ മതിയോ? എല്ലാവർക്കും മാർക്ക് വേണം, കഷ്ടപ്പെടാൻ മതിയ. ഓക്കെ, ഇതിനെന്താണ് പരിഹാരം? സർക്കിൾ പഠിക്കുമ്പോൾ അതിലെ കൺസ്ട്രക്ഷൻ നന്നായി പഠിക്കുക. എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ എക്സാമിന്, ഏത് എക്സാമിനാണെങ്കിലും കൺസ്ട്രക്ഷൻ ചോദിച്ചിരിക്കും. രണ്ടാമത്തെ ഒരു കാര്യം, ഇനി ആംഗിൾ നന്നായി പഠിക്കുക. ഈ 2 ടോപ്പിക്കാണ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഇനി അതിനുള്ള അടുത്ത തേർഡ് വൺ ടോപ്പിക്കാണ് ലെങ്ത്. ഫോർത്ത് എന്ന് പറയുന്നത് ബേസ്ഡ് ഓൺ 90, ഫിഫ്ത്ത് സൈക്ലിക് ആൻഡ് സിക്സ്ത് ടു പ്രൂവ്. ഒരു കുട്ടി തെളിയിക്കുന്ന ക്വസ്റ്റ്യൻ പഠിച്ചില്ല, ഓക്കെ, എങ്കിൽ വേണ്ട, അവൻ ഒരിക്കലും മാത്സിൽ ഫെയിൽ ആകില്ല. ആ ചാപ്റ്ററിൽ മാർക്ക് ഒന്നും പോകില്ല. കാര്യം എന്താ? ഈ ചാപ്റ്റർ എന്താണെന്ന് അറിഞ്ഞ് എറിയാൻ ആ കുട്ടിക്ക് കഴിയുമെങ്കിൽ ഫുൾ മാർക്ക് ഉറപ്പാണ്. ഓക്കെ അല്ലേ?